Namaskaram. A warm welcome to Awakening with Brahma Kumaris. ഹ്യൂമൻ ഡൂയിങ് കോൺഷ്യസിൽ നിന്നും എങ്ങനെ ഹ്യൂമൻ ബീയിങ് കോൺഷ്യസിലേക്ക് വരാം എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. എന്നെപ്പോലെ തന്നെ നിങ്ങളെല്ലാവരും അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ ആരംഭിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്കൊരുപാട് സംശയങ്ങളും ഒരുപാട് അഭിപ്രായങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സിസ്റ്ററോട് ചോദിച്ചറിയാം. അതിനുവേണ്ടി എപ്പോഴത്തെയും പോലെ ഇന്നും ആദരണീയ മീന സിസ്റ്റർ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം സിസ്റ്റർ. ഓം ശാന്തി. ഓം ശാന്തി. സിസ്റ്റർ, നമ്മൾ ഹ്യൂമൻ ബീയിങ് കോൺഷ്യസ്, ഹ്യൂമൻ ഡൂയിങ് കോൺഷ്യസ് അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ ഒരുപാട് പ്രേക്ഷകർ, നമ്മുടെ എല്ലാ പ്രേക്ഷകരും അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ ആരംഭിച്ചു. വളരെ ചെറിയ ചെറിയ മാറ്റങ്ങൾ, എന്നാൽ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കണം. കാരണം നമുക്ക് നമ്മൾ ആത്മാവാണെന്നും ഇത്രയും ഗുണങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടെന്നും നമ്മുടെ ഉള്ളിലുണ്ടെന്നും അത് ആ ഒരു കോൺഷ്യസ്നെസ്സിലാണ് എല്ലാവരും ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് വലിയൊരു ഇമ്പാക്റ്റ് തന്നെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നത്, ഒരു സക്സസ് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് പ്രേക്ഷകർ, ഈവൻ ഞാൻ ഇൻക്ലൂഡഡ്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്നത്തെ ലോകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേര് ദുഃഖിതരാണ്, അല്ലേ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ. അതായത് നന്മ ചെയ്യുന്നവർ പലവരും ദുഃഖിക്കുന്നുണ്ട്, എന്നാൽ കുറച്ച് തിന്മ ചെയ്യുന്നവരാകട്ടെ വളരെ ഹാഷ് പോഷ് ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. അവർക്കൊരു ടെൻഷൻസ് ഇല്ല, വറീസ് ഇല്ല. എന്നാൽ നന്മ ചെയ്യുന്നവർ കുറച്ച് വിഷമിച്ച് അങ്ങനെ പോകുന്നു. അതെന്തുകൊണ്ട് ടെസ്റ്റ് അങ്ങനെ ആവുന്നത്? ജീവിതത്തിൽ നമുക്ക് ഈ രണ്ട് എക്സ്ട്രീമിറ്റിയും കാണാൻ കഴിയും എന്ന് ചിലർ എന്നിട്ട് പറയാറുണ്ട്, നന്മ ചെയ്യുന്നവർക്കിന്ന് കാലമില്ല. അതെ അതെ അല്ലേ, പറയാറുണ്ട്. അപ്പോ നല്ല പ്രവൃത്തികളെ ചെയ്യുന്നുള്ളൂ, പക്ഷെ എന്നിട്ടും ജീവിതത്തിൽ എന്തുകൊണ്ട് ദുഃഖം വരുന്നുണ്ട്? അതെ അതെ, പാർവതിയുടെ ചോദ്യം. തീർച്ചയായിട്ടും അതെ. അപ്പൊ അതേപോലെ തിന്മകൾ ചെയ്തിട്ടും അവർ സുഖമായിട്ടിരിക്കണം. നമ്മൾ നോക്കിക്കഴിഞ്ഞല്ലേ, നമ്മള് സാധാരണ പറയാറില്ലേ, നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അതാണ് നമ്മൾ കൊയ്തെടുക്കുന്നത്. അപ്പോ തിന്മ ചെയ്തു എന്നിട്ട് ഞാൻ സുഖമായിട്ടിരിക്കണോ? അപ്പൊ തിന്മയുടെ വിത്തുകൾ വിതച്ചു, പക്ഷെ ഞാൻ സന്തോഷമായിട്ട് പോകുന്നു അർത്ഥം, എനിക്ക് സുഖവും സന്തോഷവും കിട്ടുന്നു അർത്ഥം. അതിനനുസരിച്ചുള്ള വിത്തുകൾ ഞാൻ എപ്പോഴെങ്കിലും പാകിയിട്ടുണ്ടോ? കാരണം ഞാൻ വിതയ്ക്കാത്തതായിട്ട് എനിക്ക് ഒരിക്കലും കൊയ്തെടുക്കാൻ പറ്റില്ല. അത് ശരിയാണല്ലോ. അപ്പൊ ഞാൻ ഇപ്പൊ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, മീൻസ് വിത ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊരു സൈഡ്. പക്ഷെ മറ്റേ സൈഡ് നമ്മൾ നോക്കുന്ന സമയത്ത് തെറ്റ് ചെയ്തിട്ടും സുഖമായിട്ടിരിക്കണോ? അർത്ഥം നമ്മളുടെ ശ്രേഷ്ഠ കർമ്മത്തിന്റെ വിതകൾ എപ്പോഴെങ്കിലും വീണിട്ടുണ്ടാവും. ഇന്നല്ലെങ്കിൽ ഇന്നലകളില്. ഇന്നുകളിൽ ഞാൻ തെറ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നിൽ നിന്ന് മിസ്റ്റേക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, പാപകർമ്മങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നലകളിൽ നമ്മളിൽ നിന്ന് ശ്രേഷ്ഠ കർമ്മത്തിന്റെ വിത്തുകൾ വിതയ്ക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ വിതച്ചതാണ് നമ്മൾ കൊയ്തെടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ സുഖമായിട്ട് ഇപ്പൊ പോകുന്നു അർത്ഥം, ഇപ്പൊ ഞാൻ തെറ്റുകൾ ചെയ്തിട്ട് ഞാൻ സുഖമായിട്ട് പോകുന്നു അർത്ഥം, ഇന്നലകളില് എന്നിൽ നിന്ന് തീർച്ചയായിട്ടും ശ്രേഷ്ഠ കർമ്മത്തിന്റെ പോസിറ്റീവായിട്ടുള്ള വിത്തുകൾ വീണിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടുള്ള സുഖശാന്തിയാണ് ഞാൻ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നുകളിൽ ഞാൻ വിതച്ചുകൊണ്ടിരിക്കുന്ന ഈ വിത്തുകള് തിന്മയുടെ, വികർമ്മങ്ങളുടെ, പാപകർമ്മങ്ങളുടെ, തെറ്റുകളുടെ ഈ വിതയ്ക്കനുസരിച്ചുള്ള ഫലവും തീർച്ചയായിട്ടും എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ കൊയ്തെടുക്കേണ്ടി വരും. ഇന്ന് ഞാൻ അനുഭവിക്കുന്നില്ല, പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ. അപ്പൊ ഇന്നലെ ചെയ്തത് ഇന്ന് അനുഭവിക്കുന്നു, ഇന്ന് ചെയ്യുന്നത് നാളെ അനുഭവിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം ഞാൻ ആരാണ്? ഞാനൊരു ആത്മാവാണ്, എനർജിയാണ്. ആത്മാവ് ഊർജ്ജമാണ്, അതിന് നാശമില്ല. നമ്മൾ ആത്മാവ് പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ കൊണ്ടുപോകുന്നത് നമ്മുടെ ഈ നന്മതിന്മകളുടെ ഫലം മാത്രമാണ്. അപ്പൊ അത് നമുക്ക് അനുഭവിച്ച് മാത്രമേ തീർക്കാൻ പറ്റുകയുള്ളൂ. അതേപോലെ നേരെ തിരിച്ചും നന്മകൾ ചെയ്തുകൊണ്ടിരിക്കണോ എന്നിട്ടും ദുഃഖിക്കേണ്ടി വരുന്നു. എന്തായിരിക്കും അപ്പൊ കാരണം? തീർച്ചയായിട്ടും മുമ്പ് നമ്മൾ ഏതെങ്കിലും നമ്മുടെ പാസ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടാവും അങ്ങനെയുള്ള വിത്തുകള്. ആ തിന്മയുടെ വിത്തുകൾ പാകപ്പെട്ടതിന്റെ ചില ഫലങ്ങൾ നമുക്ക് സെറ്റിൽ ചെയ്യാനുണ്ട്, അനുഭവിച്ച് തീർക്കാനുണ്ട്. അതാണ് നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സെറ്റിൽമെന്റ് കഴിയുമ്പോൾ അത് കഴിയും. പക്ഷെ ഇപ്പൊ ഞാൻ നല്ലത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നന്മയുടെ വിത്തുകൾ പാകിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്നിൽ നിന്ന് നല്ലതേ വരുന്നുള്ളൂ, ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ല, ഒരു എറുമ്പിനെ പോലും വേദനിപ്പിക്കണില്ല, എല്ലാവർക്കും ഞാൻ സുഖം കൊടുക്കണം, നന്മകളുടെ കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ അർത്ഥം ഞാൻ വീണ്ടും വിതയിട്ടുകൊണ്ടിരിക്കുകയാണ്. വിതച്ചു അർത്ഥം അതിന്റെയും ഫലം തീർച്ചയായിട്ടും കൊയ്തെടുക്കുക തന്നെ ചെയ്യാം. പക്ഷെ സിസ്റ്റർ, നമുക്ക് ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ സിസ്റ്റർ പറഞ്ഞല്ലോ ഇന്നലകളിൽ നമ്മൾ എന്തെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ ഒരുപാട് പേര് ബൈ ബർത്ത് തന്നെ എന്താ പറയാ നല്ല നന്മകൾ ചെയ്തുകൊണ്ടേ വരുന്നുണ്ട്, പക്ഷെ അവർക്ക് തിന്മകൾ അനുഭവിക്കേണ്ടി വരുന്നു. അതാണല്ലോ നമ്മളിപ്പോ പറഞ്ഞേ. ഇപ്പൊ ബൈ ബർത്ത് തന്നെ നന്മകൾ ചെയ്തുകൊണ്ട് വരുന്നു, പക്ഷെ തിന്മകൾ അനുഭവിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ട്?
ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു കഷ്ടവും ഒരു ദോഷവും ചെയ്തിട്ടില്ല. എന്നിട്ടും എനിക്ക് തിന്മ അനുഭവിക്കേണ്ടി വരുന്ന അർത്ഥം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. തിന്മയുടെ ഫലവും പേറിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കണം. അങ്ങനെയുള്ള റെക്കോർഡിംഗ്സ് ഞാനാരാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വിഷയം. ഞാനാരാണ്? ഞാൻ ആത്മാവാണ്. ഞാൻ എന്ന് പറയുമ്പോ നമ്മുടെ ഇപ്പോഴത്തെ ബോധം എന്താണ്? ഈ ജന്മത്തിന്റെ ഈ ശരീരത്തിന്റെ ഈ ജന്മത്തിലെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഓർമ്മ വരുന്നുള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മൾ നന്മ തിന്മകളെ വിലയിരുത്തിക്കൊണ്ടിരിക്കണം, സുഖദുഃഖങ്ങളെ വിലയിരുത്താൻ ശ്രമിക്കണം. അപ്പൊ ഞാൻ നല്ലതല്ലേ ചെയ്തിട്ടുള്ളൂ, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് കഷ്ടം വരുന്നു? ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും എനിക്കിങ്ങനെ എന്തുകൊണ്ട് വരുന്നു? അപ്പൊ ഞാൻ എന്റെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ജന്മത്തിലെ ഈ പാർട്ട്, ഈ റോൾ, ഈ ശരീരവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളുടെ മാത്രമേ നമ്മൾ വിലയിരുത്തുന്നുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് അതിന് യഥാർത്ഥ ആൻസർ കിട്ടാത്തത്. പക്ഷെ ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമല്ല, ഞാൻ എന്ന് പറയുന്നത് ആത്മാവാണ്. ഞാൻ ഈ ശരീരത്തിൽ ഇപ്പോഴാണ്, പക്ഷെ ഇതേപോലെ മറ്റനവധി ശരീരങ്ങളാകുന്ന വസ്ത്രങ്ങൾ മാറിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോ ഈ ജന്മനാ തന്നെ എന്നിൽ നിന്ന് ശ്രേഷ്ഠകർമ്മേ ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ എനിക്ക് തിന്മ അനുഭവിക്കേണ്ടി. നമ്മൾ പറയാറുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ അനുഭവിക്കുന്നത് ചോദിച്ചാൽ മുജ്ജന്മ പാപങ്ങളാണ് പറയാറില്ലേ? മുത്തശ്ശിമാരൊക്കെ പറയാറില്ല, മുജ്ജന്മ കർമ്മത്തിന്റെ ഫലമാണ്, മുജ്ജന്മ കർമ്മമാണ്, സുഹൃതാണ്. അപ്പൊ അതാണ്. അപ്പൊ അതിന്റെ അർത്ഥം ആത്മാവില് കർമ്മത്തിന്റെ ഫലം റെക്കോർഡാകുന്നുണ്ട്. ആ റെക്കോർഡായത് എന്താണോ അത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ആ കൊണ്ടുവരുന്നതിന്റെ സെറ്റിൽമെന്റ് അത് പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും നമുക്ക് ചെയ്യുക തന്നെ വേണം. അപ്പൊ ഈ ബൈ ബർത്ത് ആയിട്ട് ഒരുപാട് പേര് ഹാൻഡിക്യാപ്ഡ് ആയിട്ട് ജനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അസുഖം ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടുണ്ടാവും അല്ലെ ചെറിയ കുട്ടിക്ക്. അപ്പൊ ആ കുട്ടിക്ക് ആ ഒരു അത് അങ്ങനെ ജന്മന ഒരുപാട് വൈകല്യങ്ങള് ഒന്നുകിൽ ശാരീരികമായ അംഗവൈകല്യം, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ മഹാരോഗികളായിട്ടൊക്കെ ജന്മം എടുക്കുന്നത്. അപ്പോഴൊക്കെ നമ്മുടെ പ്രായമായവര് വീടുകളിലുണ്ടെങ്കിൽ പറയില്ല, മുൻജന്മ കർമ്മത്തിന്റെ ഫലമാണ്. അപ്പൊ അത് കർമ്മ ഫിലോസഫിയാണ്. നമ്മളതിനെ കാര്യമായിട്ട് എടുക്കാറില്ല. ആരെങ്കിലും പ്രായമായവര് പറയുമ്പോൾ നമ്മളതിനെ നിയമമായിട്ട് എടുക്കാറില്ല. അതേസമയം സ്കൂൾ കോളേജിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ന്യൂട്ടന്റെ നിയമം ഇന്നതാണ്, അടുത്ത ആളുടെ നിയമം ഇന്നതാണ്, ആ നിയമങ്ങൾ അത് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം ബൈഹാർട്ട് ചെയ്യും, പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് വാങ്ങും. പക്ഷെ നമ്മുടെ അമ്മമാര്, നമ്മുടെ മുത്തശ്ശിമാര്, നമ്മുടെ മുതിർന്നവര്, നമ്മുടെ ഗുരുക്കന്മാര്, നമ്മൾ ഋഷിമുനിമാരുടെ കാലം മുതൽ തന്നെ ഈ ജീവിതത്തിന്റെ നിയമങ്ങള്, പ്രകൃതി നിയമങ്ങള്, കർമ്മ നിയമങ്ങള്, ഇവയെല്ലാം തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട്, വായ്മൊഴികളായിട്ട് നമുക്ക് പകർന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയില്ലേ, താൻ ചെയ്യുന്ന കർമ്മത്തിന് ഫലം താൻ അനുഭവിച്ചിടും. അത് നമ്മളിന്ന് സന്ധ്യാവന്ദനം പോലെ, കീർത്തനം പോലെ ഉച്ചരിക്കാനായിട്ട്, ജപിക്കാൻ മാത്രമായിട്ട് മാറി, നാമം പോലെ നമ്മളങ്ങനെ പറയും. അതെ. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കേണ്ട, താൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം, അതായത് ഞാൻ ചെയ്യുന്നതിന്റെ ഫലം എന്റെ അടുത്തേക്ക് വരും. അപ്പൊ ജന്മനാ അംഗവൈകല്യങ്ങള്, മഹാരോഗം, മാറാരോഗം, അതിൽ നമ്മൾ എന്ത് റിയലൈസ് ചെയ്യണം? അത് കുട്ടി ജനിച്ചു വീണതേ ഉള്ളൂ. ആ കുഞ്ഞ് വന്നിട്ട് ഇപ്പൊ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ തെറ്റിന്റെ ഫലമായിട്ടല്ലല്ലോ പേപ്പേഴ്സിലൊക്കെ വായിക്കാറുണ്ട് ഗുരുതരമായിട്ട്. അപ്പോ അതിൽ നമ്മൾ എന്ത് റിയലൈസ് ചെയ്യണം? ഞാൻ എന്ന് പറയുന്ന ആത്മാവാണ്. ആത്മാവായി ഞാന് ഇപ്പൊ കുട്ടിയായിട്ട് ജനിച്ചിരിക്കുക. പക്ഷെ അത് ഈ ബർത്തില്. പക്ഷെ ഞാൻ ആത്മാവ് ഇതിന് തൊട്ട് മുൻപലത്തെ ജന്മത്തില് ഏത് വീട്ടിലായിരുന്നോ, സ്ത്രീ ആയിട്ടാണെങ്കിലും പുരുഷനായിട്ടാണെങ്കിലും, ഏത് വീട്ടിൽ ജനിച്ചോ, എവിടെ വളർന്നു, എങ്ങനെയുള്ള പ്രവൃത്തികൾ നമ്മളിൽ നിന്നുണ്ടായോ, തൊട്ട് മുമ്പലത്തെ ജന്മം, ആ തൊട്ട് മുമ്പലത്തെ നമ്മുടെ ബർത്തിലെ കർമ്മങ്ങളുടെ ശേഖരണം, ആ ടോട്ടൽ നമ്മുടെ കർമ്മങ്ങളുടെ ആ ശേഖരണത്തിൽ വന്നത് നെഗറ്റിവിറ്റി കൂടുതലായിട്ടുണ്ടോ? ആ പാപകർമ്മങ്ങള്, വികർമ്മങ്ങള്, നമ്മള് പറഞ്ഞില്ലേ, തെറ്റുകളെല്ലാം ചെയ്തുകൊണ്ട് പോയി, പക്ഷെ എന്നിട്ടും ആൾക്കൊരു കുഴപ്പവും സുഖമായിട്ടിരിക്കുന്നുണ്ട്. എല്ലാ അക്രമവും, എല്ലാ അഴിമതിയും, എല്ലാ അധർമ്മവും എല്ലാം ചെയ്തു, എന്നിട്ട് എല്ലാരെയും കണ്ണുവെട്ടിച്ച് സുഖമായിട്ട് ജീവിച്ചു. എന്തെല്ലാം തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ പാരലായിട്ട് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ ആളുടെ മരണവും നടന്നു. ആ മരണം സംഭവിക്കും വരെയൊക്കെ അയാൾ ചെയ്ത തെറ്റിന്റെ ഫലം ഒന്നും അനുഭവിച്ചില്ല. അപ്പൊ ആത്മാവ് ശരീരത്തിൽ നിന്ന് പോകുന്ന സമയത്ത് കൂടെ കൊണ്ടുപോകുന്നത് എന്താണ്? തെറ്റ്, ഈ കർമ്മങ്ങൾ, മോശമായ കർമ്മങ്ങൾ, ആ വികർമ്മങ്ങള്, പാപകർമ്മങ്ങള്, എന്തെല്ലാം പാപകർമ്മം. കാരണം ആത്മാവെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ പോലെയാണ്. അതിലെല്ലാം ഫീഡ് ആയിക്കൊണ്ടിരിക്കും. അതിന്റെ ഇംപ്രിന്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോകുമ്പോ കൂടെ കൊണ്ടുപോകുന്ന നമ്മുടെ ഈ നന്മ തിന്മകളുടെ പ്ലസിന്റെ മൈനസിന്റെ ഇംപ്രിന്റ്സ് ആണ് നമ്മളോടൊപ്പം വരുന്നത്. ആ നമ്മോടൊപ്പം വരുന്ന ഇംപ്രിന്റ്സ് എന്താണോ, ആത്മാവിൽ എന്താണോ റെക്കോർഡായത്, ആ റെക്കോർഡിങ്സ് ആണ് ആത്മാവിനെ പുള്ള് ചെയ്ത് കൊണ്ടുപോകണേ.
ഞാൻ ഏത് വീട്ടിൽ പോയി ജനിക്കണം, ആരെനിക്ക് അച്ഛനാകണം, ആരെനിക്ക് അമ്മയാകണം, ഏത് സാഹചര്യത്തിൽ പോയി ഞാൻ ജന്മം എടുക്കണം, എങ്ങനെയുള്ള ശരീരം നമുക്ക് കിട്ടണം, അത് ബുദ്ധിമാന്റേതാകണമെങ്കിലും മന്ദബുദ്ധിയാകണമെങ്കിലും അംഗവൈകല്യത്തോടു കൂടിയിട്ടാകണമെങ്കിൽ ഇതെല്ലാം നമ്മുടെ ശാരീരികമായിട്ടുള്ള ഷേപ്പ് ആകട്ടെ, നമ്മുടെ ശരീരത്തിൻ്റെതായ പെർഫെക്ഷൻ ആകട്ടെ, ഡിഫക്ട്സ് ആയിക്കോട്ടെ, മൈൻഡിൻ്റെതായ അവസ്ഥയാകട്ടെ, അല്ലെ നമ്മുടെ ബുദ്ധിയുടെ ലെവൽ, എല്ലാറ്റിനും തീർച്ചയായിട്ടും മെയിൻ ആയിട്ടുള്ള ഫാക്ടർ നമ്മൾ ആത്മാവിന്റെ കൊണ്ടുപോകുന്ന ഇംപ്രിന്റ്സ് ആണ്. അച്ഛനും അമ്മയിൽ നമുക്ക് കിട്ടുന്ന ജീനുകളിലൂടെ കിട്ടുന്ന ചെറിയൊരു ഫാക്ടർ മാത്രമാണ്. സെക്കൻഡ് തിങ് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് കൂടെ കൊണ്ടുപോകണതാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അംഗവൈകല്യം ബാധിച്ചതല്ലേ, മന്ദബുദ്ധി, ഇങ്ങനെയുള്ള ജന്മന ഇങ്ങനെ സംഭവിക്കാൻ കാരണം തീർച്ചയായിട്ടും പൂർവ്വജന്മങ്ങളിൽ ചെയ്ത ആ വികർമ്മങ്ങള്, പാപകർമ്മങ്ങളുടെ അക്കൗണ്ട് ആജന്മ സെറ്റിൽ ആയിട്ടുണ്ടാവില്ലേ, അജന്മ സെറ്റിൽ ആയിട്ടുണ്ട്, അതിന്റെ ഇടയിൽ മരണവും നടന്നിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ പറയില്ലേ എല്ലാരെയും നമുക്ക് പറ്റിക്കാൻ, പക്ഷെ മനസാക്ഷിയെ നമുക്ക് പറ്റിക്കാൻ പറ്റില്ല. മനസ്സ് സാക്ഷിയായിട്ട് നിന്ന് എല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അത് നമ്മുടെ കൂടെ വരുന്നുണ്ട്. ആ കൂടെ വന്നത് ആണ് നമ്മൾ ജന്മന തന്നെ അത്രയും വലിയ പാപത്തിന്റെ ഇതുണ്ടല്ലേ, ശേഖരണം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ബൈ ബർത്ത് തന്നെ അത് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, നമ്മൾ പേപ്പറുകൾ ഒരുപാട് വായിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ടല്ലോ, ചെറിയ കുട്ടികൾ എന്നെ ഇത്രയും അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന് പറയും. നമ്മൾ കാണുന്ന കുട്ടി എന്ന് പറയുമ്പോ ശരീരത്തിന്റെ രൂപമല്ലേ, പക്ഷെ അതിലിരിക്കുന്ന ആത്മാവ് കുട്ടിയല്ലല്ലോ, ആത്മാവ് കുട്ടിയല്ലല്ലോ. ശരീരം കൊണ്ട് നമുക്ക് പ്രായമാകണോ കുട്ടിയാകണോ, പക്ഷെ ആത്മാവ് നമ്മളിൽ എല്ലാവരിലും ഒരേപോലെയാണ്, അതിന് പ്രായ വ്യത്യാസം ഇല്ലല്ലോ. അപ്പൊ അതായിരിക്കുമല്ലേ ഈ ഒരു ഫിലോസഫി തന്നെയാണോ? ഇപ്പൊ നമ്മൾ ഒരു ഇന്നത്തെ ലോകത്തിൽ ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല പണക്കാര് അല്ലെ, ഫുള്ളായിട്ട് അവര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സുഖം ശാന്തി, അതുപോലെ ഒരുപാട് കാശ്, അങ്ങനത്തെ ഒരു അവസ്ഥ. അതെ അതെ അതെ, വളരെ ഹാഷ് പോഷ് ലൈഫാണ്. വേറൊരിതിൽ നോക്കി കഴിഞ്ഞാൽ പോവേർട്ടി, ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, വളരെ വല്ലാത്തൊരു അവസ്ഥയാണ്. ദാരിദ്ര്യം, ഭക്ഷണമില്ല, ഉറക്കമില്ല, സമാധാനമില്ല, എല്ലാം ഒരു. അപ്പൊ രണ്ട് എക്സ്ട്രീമാണ്, ഒന്ന് തീരെ ഇല്ല, ഒന്ന് ഒരുപാടുള്ള പോലത്തെ ഒരു ടു എക്സ്ട്രീംസാ. ചിലര് പറയാറുണ്ട് വായില് സ്വർണ്ണക്കരണ്ടിയും കൊണ്ട് ജനിച്ചിരിക്കുകയാണ്, അത്രയും സുഖലോലുപതയുടെ നടുവിൽ ജന്മം എടുക്കണം. ഇത് തീർച്ചയായിട്ടും കർമ്മത്തിന്റെ ഫിലോസഫി തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ആത്മാവ് എവിടെ പോയിട്ട് ജനിക്കണം, ആര് നമുക്ക് അച്ഛനാകണം, അമ്മയാകണം, ഏത് നാട്ടില്, ഏത് വീട്ടില്, എങ്ങനെയുള്ള സാഹചര്യത്തില് നമ്മൾ ആത്മാവ് പോയിട്ട് ബർത്ത് എടുക്കണം, അത് തീരുമാനിക്കുന്ന നമ്മുടെ സംസ്കാരമാണ്. ആത്മാവിലെ റെക്കോർഡിങ്സ് ആണ്. അപ്പൊ ആത്മാവിൽ എങ്ങനെയുള്ള റെക്കോർഡിങ്സ് ഉണ്ടാക്കി, എങ്ങനെയുള്ള സംസ്കാരം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, ആ സംസ്കാരത്തിന് യോജിക്കുന്ന സ്ഥലത്താണ് നമ്മൾ പോയിട്ട് ജന്മം എടുക്കണം. നമ്മുടെ കണക്കുകൾക്കനുസരിച്ച് ആത്മാവിൽ എങ്ങനെയുള്ള കർമ്മത്തിന്റെ അക്കൗണ്ടുകളാണോ ഫീഡ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കണം, ആ അക്കൗണ്ടുകൾക്കനുസരിച്ച് തന്നെ നമുക്ക് പോകേണ്ടി വരും. അപ്പൊ നമ്മള് പറയില്ലേ, ചില കുട്ടികള് വായില് സ്വർണ്ണക്കരണ്ടി കൊണ്ട് ജനിച്ചു, അർത്ഥം എന്താണ്, അത്രയും സുഖലോലുപതയില് നടുവിൽ വന്ന് ജന്മം എടുക്കാൻ കഴിഞ്ഞു അർത്ഥം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കർമ്മത്തിന്റെ പുണ്യത്തിന്റെ ശേഖരണം കൊണ്ടായിരിക്കണം ആ സോള് വന്നത്. ആത്മാവ് എവിടെയാണോ തൊട്ട് മുമ്പലത്തെ ജന്മത്തിൽ ഇരുന്നത്, ആ തീർച്ചയായിട്ടും ആ ജന്മത്തില് അങ്ങനെയുള്ള ശ്രേഷ്ഠ കർമ്മം ആത്മാവിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവണം. അങ്ങനെയുള്ള ശ്രേഷ്ഠ കർമ്മം, പുണ്യകർമ്മം ഉണ്ടായിട്ടുണ്ട്, അനേകർക്ക് സുഖം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ജന്മന കുട്ടിയെ സുഖം കിട്ടുന്നത്. എത്രയോ നമുക്ക് കാശുണ്ടെങ്കിലും ഒരുപാട് പേര് ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ട്. അതുകൊണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഒരു ഭാഗത്ത് ഭൗതികമായിട്ടുള്ള സമ്പത്തുണ്ട്, സാധനങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ മാനസിക പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു, ശാരീരിക രോഗങ്ങൾ കൊണ്ടുള്ള കഷ്ടം അനുഭവം. അപ്പൊ അതൊരു തരത്തിലെ പണിഷ്മെന്റ് ആണ്, അതൊരു തരത്തിലെ ശിക്ഷകൾ തന്നെയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള കർമ്മം നമ്മളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവും. ആ കർമ്മത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ആ ഫീലിങ്സ് ഉണ്ടാകണേ. അതേപോലെ ദാരിദ്ര്യവും പട്ടിണി അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോയി ആത്മാവിന് ജന്മം എടുക്കേണ്ടി വരിക, ജീവിക്കേണ്ടി വരിക. അപ്പൊ ചിലപ്പോ നമ്മള് കണ്ടിട്ടുണ്ട് ചേരി പ്രദേശങ്ങള്, അവിടുത്തെ ജീവിതം അല്ല, അത് കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വളരെ നമുക്ക് ദുഃഖം അല്ലെങ്കിൽ സഹതാപം എല്ലാം നമ്മൾ കാണുമ്പോൾ നമുക്ക് ഫീലിങ്സ് ഉണ്ടാവും. പക്ഷെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമ്മൾ വരുമ്പോ ജീവിതത്തിന്റെ ചില വാസ്തവികതകള്, ഇതെല്ലാം വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള സീക്രട്സ് ആണ്, കർമ്മത്തിന്റെ ഫിലോസഫിയാണ്. അപ്പൊ ഈ സീക്രട്സ് ഓഫ് കർമ്മ നമ്മൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇതിന്റെ പിന്നിലെ ആ രഹസ്യങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ.
അപ്പോ അല്ലാതെ നമ്മള് അവര് കഷ്ടപ്പെടുമ്പോ പട്ടിണി കോലങ്ങളായിട്ട് ജീവിക്കുമ്പോ ദാരിദ്ര്യം പട്ടിണി കാണുമ്പോ നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിച്ചു എന്ന് പറയുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ ഭാവം വരിക എന്നുള്ളതല്ല. പക്ഷേ നമ്മൾ റിയലൈസ് ചെയ്യാം എന്നിൽ നിന്ന് അങ്ങനെ ഒരു ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും അസ്വസ്ഥതകളുടെയും നടുവില് ഇതേപോലെ ഒരു ജന്മം എനിക്കുണ്ടാകാതിരിക്കണമെങ്കിൽ, അങ്ങനെ ഒരു പാർട്ട് എനിക്ക് വരാതിരിക്കണമെങ്കിൽ ഇപ്പോ പ്രസന്റിൽ എനിക്ക് എന്റെ കർമ്മത്തില് അറ്റൻഷൻ വെക്കണം. ചിലരിങ്ങനെയും പറയാറുണ്ട്, അപ്പൊ അവരെല്ലാം കഷ്ടപ്പെടുന്ന കണ്ടിട്ട് നമ്മൾ മിണ്ടാതിരുന്നാൽ മതിയോ, അവരുടെ കർമ്മഫലാണ് അവരനുഭവിച്ചിട്ടേ പറഞ്ഞിട്ട് നമ്മൾ മിണ്ടാതിരുന്നാൽ മതിയോ സിസ്റ്ററെ, അങ്ങനെ ചിലപ്പം ചിന്ത വരും. അതല്ല, പക്ഷേ ഒന്ന് നമ്മൾ റിയലൈസ് ചെയ്യണം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു. കാരണം നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കണോ അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കണോ, ആ രീതിയിൽ അവരുടെ കഷ്ടപ്പാട് മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. പക്ഷെ നമ്മൾ എന്തെല്ലാം കൊടുത്താലും അവർക്ക് ആ ഇല്ലായ്മകളുടെ വേദനകളെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ കഴിയില്ല. അല്പസമയത്തേക്ക് കൊടുക്കാൻ എല്ലാവർക്കും കഴിയും, പക്ഷെ അവരുടെ ജീവിതത്തില് ഏതെങ്കിലും തരത്തിലുള്ള ആ ദുഃഖത്തിന്റെ ഫീലിങ്സുകള്, ഇല്ലായ്മകളുടെ ആ അപ്രാപ്തിയുടെ വേദനകളിൽ നിന്ന് അവരെ നമുക്ക് മുക്താക്കാൻ പറ്റണില്ല. എന്തുകൊണ്ടെന്നാൽ ആ കർമ്മത്തിന്റെ ഫലമായിട്ട് ആ കർമ്മത്തിന്റെ ഏതോ ചില വികർമ്മങ്ങളുടെ സെറ്റിൽമെന്റ് അവർക്ക് ചെയ്യേണ്ടതുണ്ട്. അത് അവരവർക്ക് തന്നെ അനുഭവിക്കും. അത് സ്വയം ഇപ്പൊ അങ്ങനെ ഇപ്പൊ എനിക്ക് ഒരു ദുഃഖം ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു പാപം ചെയ്തത് കൊണ്ടാണ് ഞാൻ ഈ ദുഃഖം അനുഭവിക്കുന്നത്. രണ്ട് റിയലൈസേഷൻ ആണ് അവിടെ. ഒന്ന്, എന്റെ തന്നെ കർമ്മങ്ങളുടെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് എന്തെങ്കിലും കഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടും. മറ്റുള്ളവരെ മാത്രമല്ല ഈശ്വരനെയാണല്ലോ ഈശ്വരനെയും പറയും, കൂടെയുള്ളവരെ പറയും, അവര് കാരണം എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, ഇവര് കാരണം എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, ഈ പരിതസ്ഥിതി കാരണം എനിക്ക് ഇങ്ങനെ സംഭവിച്ചു. അപ്പൊ നമ്മൾ മറ്റു വ്യക്തികളിലും പരിതസ്ഥിതികളിലും സംഭവങ്ങളെയും കാരണക്കാരായിട്ട് വിരൽ ചൂണ്ടാൻ ശ്രമിക്കും. അങ്ങനെ വിരൽ ചൂണ്ടുന്നിടത്തോളം കാലം എന്ത് സംഭവിക്കുകയാണ്, ഞാൻ എന്നിലേക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കില്ല. അതാണ് ഏറ്റവും വലിയ അജ്ഞത നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കണ്ണടച്ച് നമ്മൾ തന്നെ ഇരുട്ടാക്കുകയാണ്. അതാണ്. അപ്പൊ ഞാൻ മാറുക എന്ന് പറയുന്ന ഒരു വിഷയമേ ഇവിടെ വരില്ല. ഞാൻ എന്റെ പ്രവൃത്തികൾ, എന്റെ കർമ്മത്തിൽ മാറ്റം കൊണ്ടുവരിക എന്നൊരു കാര്യം ഇവിടെ വരില്ല. ഇതുവരെ കർമ്മ ഫിലോസഫി തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിക്കുന്നില്ലയോ അതുവരെ ഞാൻ എന്നെ മാറ്റില്ല. ഞാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ നമ്മൾ പറയാറുള്ള ഒരാളെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരിലെ പഴിചാരിക്കൊണ്ടിരിക്കും. ഞാൻ എന്റെ കുറവുകളിലേക്ക് തിരി. അതാണ് ഗാന്ധിജി പറഞ്ഞത്, ഒരു വിരൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ചൂണ്ടുമ്പോ ബാക്കി 3 വിരലുകൾ നോക്കൂ, സ്വയത്തിന് നേരെ ചൂണ്ടുകണ്ണുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഒരു കാരണം ഞാൻ പാർവതിയെ പറയാൻ, എന്റെ ഈ പ്രശ്നത്തിന് കാരണം പാർവതിയാണ്. അപ്പൊ എന്റെ 3 times കാരണങ്ങള് എന്നിലുണ്ട്. അതാണ് ഗാന്ധിജി പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് നമ്മൾ മറ്റു മനുഷ്യരുടെയും സാഹചര്യങ്ങളുടെയും വരെ വിരൽ ചൂണ്ടുന്നു. പിന്നെ ഇപ്പൊ പാർവതി പറഞ്ഞല്ലോ, അപ്പൊ മനുഷ്യരെ കിട്ടിയില്ലെങ്കിൽ ലാസ്റ്റ് അവസാനം എല്ലാം കൂടെ നമ്മൾ ആരുടെ അടുത്ത് വെക്കും? ഈശ്വരനെ പറയും. നീ കാരണമാണ് ഞാൻ അനുഭവിക്കുന്നത്. അല്ലെ, ഈശ്വരൻ എനിക്ക് ഇങ്ങനെ തന്നല്ലോ, അല്ലെ, ഈശ്വരന്റെ പരീക്ഷ. അല്ല, ഇങ്ങനെയൊക്കെ പറയാ. നമ്മള് ഒരുപാട് പറയണവര് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നത് താങ്കൾ ഈശ്വരൻ കാരണമാണ്, അത് കാരണം ഞാൻ ഇങ്ങനെ പ്രേ ചെയ്യില്ല, പ്രയർ അങ്ങനത്തേക്ക് ഒരു അല്ലെ, അങ്ങനെയൊക്കെ പലരിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഈശ്വരനെ നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്, കഷ്ടം വരും, പഴിചാരാറുണ്ട്. അപ്പൊ അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? പാർവതിക്ക് എന്ത് തോന്നുന്നു? ഈശ്വരൻ ആണ് നമുക്ക് ഈ കഷ്ടം തരുന്നത്, ഈശ്വരനാണ് നമ്മളെ പരീക്ഷിക്കുന്നത്, അല്ലെ ഈശ്വരനാണ് നമുക്ക് ദുഃഖം തരുന്നത്, അതോ നമ്മുടെ തന്നെ കർമ്മ ആണ് നമുക്ക് ദുഃഖം തരുന്നതെന്ന് തോന്നുന്നുണ്ട്? ഏതായിരിക്കും റൈറ്റ്? അതായത് ഞാൻ ലോജിക്കായിട്ട് തിങ്ക് ലോജിക് ഇപ്പൊ സിസ്റ്റർ കർമ്മയുടെ സീക്രട്സ് പറഞ്ഞ ശേഷം ഞാൻ ചിന്തിക്കണു, ശരിയാണ്, നമ്മുടെ കർമ്മമാണ്. അതുവരെ ഞാനും തീർച്ചയായിട്ടും ഒരു ചെറിയ പങ്ക് ഈശ്വരന് കൊടുക്കാറുണ്ട്. കാരണം അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇത്രയും ചിന്തിച്ചാലും നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. അതായത് ഈശ്വരനാണ് എനിക്ക് ദുഃഖം തരുന്നതെങ്കിൽ ആലോചിച്ച് നോക്കൂ, ദുഃഖം ഉണ്ടാകുമ്പോ, കഷ്ടങ്ങൾ ഉണ്ടാകുമ്പോ ആ ദുഃഖവും കഷ്ടവും മാറാനും നമ്മൾ ആരെ തന്നെ വിളിക്കണം? ഈശ്വരനെ തന്നെ. ഈശ്വരനെ തന്നെ. ഉടനെ കൊണ്ടുപോയിട്ട് വഴിപാട് ചെയ്യും, ആ കഷ്ടം മാറണം, ഈ കഷ്ടം മാറണം, ഈശ്വരനോട് പ്രാർത്ഥിക്കും. അപ്പൊ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോ ഭഗവാനെ എന്ന് വിളിച്ചിട്ട് നമ്മൾ ഈശ്വരനോടാണ് മാറ്റാൻ പറഞ്ഞത്. അപ്പൊ ഈശ്വരൻ ആരാ? ദുഃഖം തരുന്ന ആളാണോ, നമ്മുടെ ദുഃഖത്തെ ഇല്ലാണ്ടാക്കുന്ന ആളാണോ? കീർത്തനത്തിൽ എന്താ ചൊല്ലാറുള്ളത്? ദുഃഖഹർത്ത സുഖകർത്ത, ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്ന ആള്. അതുകൊണ്ട് ചിന്തിക്കൂ, ഈശ്വരൻ സുഖം നമുക്ക് തരുന്ന ആളാണോ അതോ നമുക്ക് ദുഃഖം തരുന്ന ആളാണ്? കഷ്ടം എന്തുകൊണ്ടുണ്ടാകുന്നു? ഇത് റീതിങ്കിങ് ചെയ്യേണ്ട സമയമാണ് ഇപ്പൊ. ഈശ്വരൻ ആരാണ്? ഫസ്റ്റ് നമുക്ക് എന്തായാലും ഈ ഒരു ഇത് ഇപ്പൊ ഇവിടെ വൈൻഡപ്പ് ആവുന്നില്ല, ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാം. കാരണം ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ വ്യൂവേഴ്സും ഞാനും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അല്ലെ, കാരണം ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ കർമ്മത്തിൽ വരികയാണെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ സക്സസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം. വളരെ നന്ദി സിസ്റ്റർ, എന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. വളരെ നന്ദി. ശാന്തി. ഇന്നത്തെ എപ്പിസോഡിലൂടെ സീക്രട്സ് ഓഫ് കർമ്മ
കർമ്മത്തിന്റെ രഹസ്യത്തെക്കുറിച്ച് വളരെ ഡെപ്തായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനിയും കർമ്മത്തിന്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ സിസ്റ്റർ നമ്മളായിട്ട് റിവീൽ ചെയ്യും, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ തീർച്ചയായിട്ടും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ 9446820448. ഇമെയിൽ ID shivajyotimedia@gmail.com.